ശബരിമലയിലെ ബാങ്കുകളിലൂടെ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ. കഴിഞ്ഞ മണ്ഡലമാസക്കാലത്ത് മാത്രം 2 ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസിലുമായി ദേവസ്വം താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ നിക്ഷേപിച്ചത് 20 കോടിക്കടുത്ത് രൂപ. സന്നിധാനത്തെ കാണിക്കവഞ്ചി തുറക്കുമ്പോൾ പുറത്തേക്ക് വീഴുന്ന പണവും ജീവനക്കാർ കൈക്കലാക്കുന്നതായി ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ശബരിമലയിലെ ബാങ്കുകൾ ഉൾപ്പെടെ മണ്ഡലമാസക്കാലമായ 2025 നവംബർ 17 മുതൽ ഡിസംബർ 31 വരെയുള്ള തീർത്ഥാടന കാലത്ത് കോടികളുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായാണ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ട്. സന്നിധാനത്തെ SBI, ധനലക്ഷ്മി ബാങ്കുകളുടെ ബ്രാഞ്ചിലും പോസ്റ്റ് ഓഫീസിലും കോടികൾ നിക്ഷേപിച്ചു. SBI സന്നിധാനം ബ്രാഞ്ചിൽ 1667 ഇടപാടുകളിലൂടെ 8 കോടിയിലേറെ രൂപയുടെ നിക്ഷേപം കണ്ടെത്തി. ധനലക്ഷ്മി ബാങ്ക് സന്നിധാനം ബ്രാഞ്ചിൽ 942 ഇടപാടുകളിലൂടെ 11.5 കോടിയോളമാണ് നിക്ഷേപമായി എത്തിയത്. ദേവസ്വം ബോർഡിലെ ദിവസവേതനക്കാർ, ശാന്തിമാർ, കീഴ്ശാന്തിമാർ, ഹോട്ടലുടമകൾ, സന്നിധാനത്തെ മറ്റു ജീവനക്കാർ എന്നിവരാണ് ഇത്തരം ബാങ്കുകളിൽ ഉൾപ്പെടെ തുക നിക്ഷേപിച്ചവർ. മാളികപ്പുറം മേൽശാന്തി ദക്ഷിണയായി ലഭിച്ചതിൽ 46.5 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. ഭക്തർ കൊണ്ടുവരുന്ന പൂജാ സാധനങ്ങളിലുള്ള നാണയങ്ങളും നോട്ടുകളും ചില ജീവനക്കാർ കൈക്കലാക്കിയെന്നും റിപ്പോർട്ടിലുണ്ട്. കാണിക്കവഞ്ചി തുറക്കുമ്പോൾ പുറത്തേക്ക് വീഴുന്ന പണവും കൈക്കലാക്കുന്നുണ്ട്. നെയ്യഭിഷേകം ഉൾപ്പെടെ ചടങ്ങുകളിൽ ഭക്തരെ സഹായിച്ച് പണം വാങ്ങുന്നു. കൂടാതെ ഡ്യൂട്ടി സമയത്ത് ചിലർ ലോട്ടറി കച്ചവടം നടത്തിയെന്നും ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. ശുചീകരണ തൊഴിലാളികൾക്ക് കൂലിയായി കൊടുക്കേണ്ട തുക കൃത്യമായി നൽകാത്തത് ആശങ്കപ്പെടുത്തുന്നതായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ശുചീകരണ തൊഴിലാളികൾക്ക് നൽകിയ തുകയും കുടിശ്ശിക തുകയും സംബന്ധിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കാൻ ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകി. ജനം, കൊച്ചി.